പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 മൊഡ്യൂളുകളും അതുപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളിലെ പാർട്ട് 1 വീഡിയോയും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലാണ് നമ്മൾ എക്സാം ടൈമിലൊക്കെ ആകുമ്പോൾ 2 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിലും അതിലും ജോയിൻ ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്നാണ്. പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വേർഡ് ചാമ്പർലിൻസ് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഇൻ്റഗ്രൽ ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റെഫർ ടു എ കളക്ഷൻ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിംഗ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ ക്ലോസ്ലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഫോർ വൺ ടു അനദർ. അതായത് എഡ്വേർഡ് ചേംബർലിൻ ആണ് ഈ ഒരു ഉൽപ്പന്ന ഗ്രൂപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പരസ്പരം അടുത്ത് വയ്ക്കാവുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് ക്ലോസ്ലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന്. അതായത് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടം, ഇതാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ ദിസ് ഫ്രെയിംവർക്ക് ടെക്നോളജിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ പ്രൊഡക്ട്സ് കേപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ദ സെയിം വാണ്ട് ഫ്രം എ ടെക്നിക്കൽ പേഴ്സ്പെക്റ്റീവ്. ഒരു ടെക്നിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ തന്നെ സെയിം വാണ്ട്, അതായത് ഒരു കൺസ്യൂമറിൻ്റെ ഒരാവശ്യത്തെ മാത്രം നിറവേറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളാണ്. അതാണ് അപ്പോൾ ടെക്നിക്കൽ ബേസിൽ അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കുകൾ, അതായത് മോട്ടോർ സൈക്കിളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന എയിം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതാഗതത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പൊതു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടെക്നോളജിക്കൽ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം. പക്ഷേ മറുവശത്ത് നിൽക്കുമ്പോൾ സമാന വിലകളിൽ അതേ ആവശ്യം നിറവേറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഹീറോ ഹോണ്ട ആവട്ടെ, സ്പ്ലെൻഡർ ആവട്ടെ, യമഹ ആവട്ടെ. അപ്പോൾ നോക്കൂ, അതായത് ഒരു കൺസ്യൂമറിൻ്റെ ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു പൊതു ഉദ്ദേശം, അതായത് ട്രാൻസ്പോർട്ടേഷൻ പറയുന്ന ഒരു പൊതു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഫേംസ് ഒരു സെയിം വിലകളിൽ പലതരത്തിലുള്ള ഇതേപോലെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നു. So this concept highlights the interplay of close technological and economic similarities among products within the group, influencing consumer preferences and competitive dynamics in the market. അതായത് ഇപ്പോൾ ഉപഭോക്താവിൻ്റെ പ്രിഫറൻസിനെയും ആ ഒരു മാർക്കറ്റിലെ അവരുടെ കോമ്പറ്റീഷനെയൊക്കെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലാണ് ഈ ഗ്രൂപ്പിനുള്ളിൽ ഉൽപ്പന്നങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനെയാണ്, കോമ്പറ്റീറ്റീവ് ഡൈനാമിക്സിനെയൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ഒളിഗോപോളി എന്നാണ്. നമ്മൾ മോണോപോളി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, മോണോപ്സോണി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഒളിഗോപോളിയിലേക്ക് കടക്കുമ്പോൾ ഒളിഗോപോളി, ദ ടേം ഒളിഗോപോളി ഒറിജിനേറ്റ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ഒലീജി ഫ്രം വ്യൂ ആൻഡ് പോളിൻ ഫോർ സെൽ. അതായത് ഒളിഗോപോളി എന്ന പദം ഗ്രീക്ക് പദമായിട്ടുള്ള ഒലീഗി എന്നതിൽ നിന്നാണ് വരുന്നത്. പോളിൻ എന്ന് പറയുന്നത് ഫോർ സെൽ, അതായത് വിൽപ്പനയ്ക്കുള്ളതാണ് എന്നാണ് മീനിങ്. ഇൻ എക്കണോമിക് ടേംസ് ഒളിഗോപോളി ഡിനോട്ട്സ് എ മാർക്കറ്റ് സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഫോർ എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. അതായത് ഒളിഗോപോളി എന്നത് ഒരു പ്രത്യേക കമ്മോഡിറ്റിയുടെ പരിമിതമായിട്ട് എണ്ണം വിൽപ്പനക്കാരുടെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വിപണിയെ സൂചിപ്പിക്കുന്നു. അതായത് വളരെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ്, അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. അതായത് ഒരു കമ്മോഡിറ്റി വിൽക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്, അതായത് കുറച്ച് സെല്ലേഴ്സ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി വിൽക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ് ഉണ്ടാവുകയുള്ളൂ. ദിസ് ഫിനോമിന ഈസ് പ്രിവലന്റ് ഇൻ ദ കണ്ടംപററി ഇക്കണോമീസ് where a handful of significant firms dominate specific markets. It's important to note that these sellers may not be of equal size, but collectively they exert substantial influence over the market. ഈ ഒരു ഒളിഗോപോളി എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ വളരെയധികം ഉള്ള ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്. ഇവിടെ ഒരു പിടി അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ഫേംസ് മാത്രം പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റുകളിൽ ആധിപത്യം പുലർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിൽപ്പനക്കാരെന്ന് പറയുന്നത്, അതായത് ഒരു ഫേം മറ്റൊരു ഫേമിനെ പോലെ വലുതോ അല്ലെങ്കിൽ അതായത് അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരായിരിക്കില്ല, പക്ഷേ
ഒന്നിൽ നിന്ന് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കും. അതായത് അവരുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അവർ പുലർത്തുന്ന ഒരു ആധിപത്യം അല്ലെങ്കിൽ അവരൊരു മോണോപ്പൊളി നേച്ചർ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഡിഫറൻസ് ആയിരിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബട്ട് കളക്റ്റീവ്ലി ദേ എക്സേർട്ട് സബ്സ്റ്റൻഷ്യൽ ഇൻഫ്ലുവൻസ് ഓവർ ദ മാർക്കറ്റ്. അതായത് അവർ ഒരുമിച്ച് ഒരു കളക്ഷനോട് കൂടി ഒരു കൂട്ടായിട്ട് ആ ഒരു വിപണിയിൽ ഗണ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. In an oligopoly, the number of firms is sufficiently small that changes in the pricing and production strategies of one firm can significantly impact the pricing and production decisions of other in the industry. ഒരു ഒളിഗോപോളിയിൽ അതായത് ഫേംസിൻ്റെ എണ്ണം വളരെയധികം ചെറുതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഫേമിൻ്റെ പ്രൈസിങ്ങിലും അതുപോലെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസ് ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ മാറ്റം ഇൻഡസ്ട്രിയിലെ മറ്റുള്ള ഫേംസിൻ്റെ പ്രൈസിങ്ങിലെയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസിഷൻസിനെയൊക്കെ തന്നെ സാരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. ഇതാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. ഫസ്റ്റ് വൺ, ഫ്യൂ സെല്ലേഴ്സ് ആണ്. അതായത് ഒളിഗോപോളിസ്റ്റ് ഇൻഡസ്ട്രീസ് ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് കമ്പാരഡ് ടു ഓവറോൾ മാർക്കറ്റ് സൈസ്. അതായത് ഓവറോൾ മാർക്കറ്റ് സൈസിനെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂ സെല്ലേഴ്സ് ആണ്. അതായത് ഒരു ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഫ്യൂ സെല്ലേഴ്സ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തത് മ്യൂച്വൽ ഇൻ്റർ ഡിപ്പെൻഡൻസ്, അതായത് പരസ്പര ആശ്രിതത്വം എന്നൊക്കെ നമുക്ക് പറയാം. Due to small number of competitors, firms in oligopoly recognize their mutual interdependence. Changes in one firm's policies can trigger reactions from others. അതായത് നമ്മളിതിൽ പറയുന്ന പോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കുറവായതിനാൽ ഒളിഗോപോളിയിലെ ഫേംസ് അവരുടെ മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ്, അതായത് പരസ്പരാശ്രയത്വം, ഇതൊക്കെ തന്നെ തിരിച്ചറിയാണ് ഉണ്ടാവുന്നത്. സോ ചേഞ്ചസ് ഇൻ വൺസ് ഫേംസ് പോളിസീസ്, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ നയത്തിലുള്ള മാറ്റങ്ങൾ മറ്റുള്ളവരുടെ റിയാക്ഷൻസ്, അതായത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവരൊരു കോപ്പറേഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. അടുത്ത ഹോമോജീനിയസ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. ഒളിഗോപോളീസ് may have homogeneous products, അതായത് പ്യുവർ ഒളിഗോപോളി ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്, ഇംപെർഫെക്റ്റ് ഒളിഗോപോളി. അതായത് അവർക്ക് ഒളിഗോപോളീസിൽ തന്നെ പ്യുവർ ഒളിഗോപോളിയും ഉണ്ട്, അതുപോലെ ഇംപെർഫെക്റ്റ് ഒളിഗോപോളിയും ഉണ്ട്. അതായത് ഹോമോജീനിയസും ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സും അവരുടെ കയ്യിലുണ്ട്. അടുത്തത് മോണോപോളി പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒളിഗോപോളിയിലെ മോണോപോളി പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫേംസ് ഇൻ ഇംപെർഫെക്റ്റ് ഒളിഗോപോളി where products are differentiated possess some degree of monopoly power reflected in negatively sloped demand curves. അതായത് ഒളിഗോപോളിയിൽ ഒരുപാട്, അതായത് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ, അതായത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പോപ്പുലർ കമ്മോഡിറ്റിക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്നാണ്. അപ്പോൾ പക്ഷേ അവിടെ തന്നെ ഈ ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, സം ഡിഗ്രി ഓഫ് മോണോപോളി പവർ, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ മേളിൽ ഒരു മോണോപോളി പവർ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഡിമാൻഡ് കർവ്സും ഉണ്ടാവുന്നുണ്ട്. അടുത്തത് ഡിഫിക്കൽട്ടി ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് നമ്മൾ മറ്റേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറഞ്ഞപ്പോൾ അവിടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. പക്ഷേ ഇവിടെ ഡിഫിക്കൽട്ടി ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, അതായത് എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ് ആർ ചലഞ്ചിങ് ഡ്യൂ ടു സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് നീഡ് ഫോർ എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. അതായത് ഈ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള, അതായത് സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ആവശ്യകതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രിയും എക്സിറ്റും വളരെയധികം ചലഞ്ചിങ് ആണ്. ഡിഗ്രി ഓഫ് നോളജ്. Pure oligopolies typically have more extensive knowledge about prices, resources and technology compared to differentiated oligopolies. അതായത് വ്യത്യസ്ത ഒളിഗോപോളികളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ പ്യുവർ ഒളിഗോപോളിക്ക് സാധാരണയായിട്ട് വിലകൾ, റിസോഴ്സസ് അല്ലെങ്കിൽ ടെക്നോളജി എന്നിവയെക്കുറിച്ചിട്ട് വളരെയധികം അറിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒളിഗോപോളിയുടെ മാർക്കറ്റ് കുറച്ചുകൂടി നോളജ് ഉള്ള കൺസ്യൂമേഴ്സും സെല്ലേഴ്സും ഒക്കെ തന്നെയാണ് നമുക്ക് പറയാം. അതുപോലെ പ്രൈസ് റിജിഡിറ്റി, അതായത് വില കാഠിന്യം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒളിഗോപോളി ഫേംസ് ഓഫൺ മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്രൈസസ് റിസൾട്ടിങ് ഇൻ പ്രൈസ് റിജിഡിറ്റി. അതായത് ഒളിഗോപോളിയിലെ സ്ഥാപനങ്ങൾ പലപ്പോഴും നിലവിലുള്ള ഒരു വിപണിയിലെ വില നിലനിർത്തുന്നു. ഇത് പ്രൈസ് റിജിഡിറ്റിക്ക് കാരണമാവുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് മോണോപോളി പവർ പറഞ്ഞു, അതുപോലെ ഡിഫിക്കൽട്ടി ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് പറഞ്ഞു, ഡിഗ്രി ഓഫ് നോളജ് പറഞ്ഞു, പ്രൈസ് റിജിഡിറ്റി പറഞ്ഞു. അടുത്തത് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആണ് ഇതിലുള്ളത്. ഇൻറ്റൻസ് റിവലറി ക്യാരക്ടറിസ്റ്റിക്സ് ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ്, ലീഡിംഗ്
to non-price competition. This includes sales, promotion, advertising, product differentiation, supplemental services, and locational factors. Non-price competition becomes crucial due to price rigidity in oligopoly. അതായത് ഇവിടെ ഒരു തീവ്രമായിട്ടുള്ള മത്സരമാണ് ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ കാണുന്നത്. ഇത് ഒരു നോൺ പ്രൈസ് കോമ്പറ്റീഷനിലേക്ക് നയിക്കുന്നു. അതായത് സെയിൽസ്, പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസിങ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഉൽപ്പന്നങ്ങളുടെ വ്യത്യാസം, അത് റിലേറ്റ് ചെയ്ത് അനുബന്ധമായിട്ട് കൊടുക്കുന്ന സേവനങ്ങൾ, അതായത് സപ്ലിമെൻ്റൽ സർവീസസ്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതിൽ ഈ ഓരോ ടേംസും നമ്മൾ എന്താണെന്ന് പറഞ്ഞതാണ്. അതുപോലെ ലൊക്കേഷണൽ ഘടകങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒളിഗോപോളിയിലെ പ്രൈസ് റിജിഡിറ്റി കാരണം ഒരു നോൺ പ്രൈസ് കോമ്പറ്റീഷനിലേക്ക് ഇത് നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്ര എണ്ണമാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഒളിഗോപോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്യുവർ ഒളിഗോപോളി ഉണ്ട്, ഡിഫറൻഷിയേറ്റഡ് ഒളിഗോപോളി ഉണ്ട്, കൊലൂസീവ് ഒളിഗോപോളി ഉണ്ട്, നോൺ കൊലൂസീവ് ഒളിഗോപോളി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ പ്യുവർ ഒളിഗോപോളി എന്ന് പറയുന്നത്, ഇൻ പ്യുവർ ഒളിഗോപോളി ഫേംസ് പ്രൊഡ്യൂസ് എ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് മേക്കിംഗ് ഇറ്റ് ഓൾസോ നോൺ ആസ് പെർഫെക്റ്റ്. അൺഡിഫറൻഷിയേറ്റഡ് ഓർ ഹോമോജീനിയസ് ഒളിഗോപോളി, ദി മാർക്കറ്റ് ഇൻവോൾവ്സ് ഫ്യൂ സെല്ലേഴ്സ് പ്രൊഡ്യൂസിങ് ഐഡൻറ്റിക്കൽ ഗുഡ്സ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ പ്യുവർ മോണോപോളിയിൽ എന്ന് പറയുന്നത് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെ പെർഫെക്റ്റ് എന്ന് പറയാം. അതുപോലെ അൺഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞ പോലെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഒളിഗോപോളി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, വിപണിയിൽ ഒരേപോലെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്ന കുറച്ച് വിൽപ്പനക്കാരാണ് ഉൾപ്പെടുന്നത്. ഐഡൻറ്റിക്കൽ ഗുഡ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂ സെല്ലേഴ്സ് ആണ് പ്യുവർ ഒളിഗോപോളിയിൽ ഉണ്ടാവുന്നത്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് മാത്രമാണ് അവർ മേക്ക് ചെയ്യുന്നത്. ഇവിടെ പെർഫെക്റ്റ് ആണ്, ഡിഫറൻഷിയേറ്റഡും ആണ്. അതുപോലെ ഡിഫറൻഷിയേറ്റഡ് ഒളിഗോപോളി എന്ന് പറയുന്നത്, ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒളിഗോപോളിനെ കുറിച്ച് പറയുന്നത്, ഡിഫറൻഷിയേറ്റഡ് ഒളിഗോപോളി ഒക്കേഴ്സ് വെൻ ഫേം ഇൻ ആൻ ഒളിഗോപോളി പ്രൊഡ്യൂസസ് പ്രൊഡക്ട്സ് വിത്ത് വേരിയേഷൻസ് ലീഡിങ് ടു ഇംപെർഫെക്റ്റ് ഒളിഗോപോളി. അതായത് ഇവിടെ സ്ഥാപനങ്ങൾ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതൊരു അപൂർണമായിട്ടുള്ള ഒളിഗോപോളിയിലേക്ക് നയിക്കുന്നു. Products in this market structure have differences and firm possess some degrees of monopoly power. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഇല്ലാത്ത കുറച്ച് പ്രൊഡക്ട്സ് അവിടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു മോണോപോളി പവർ കിട്ടാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. അടുത്തത് കൊലൂസീവ് ഒളിഗോപോളി ആണ്. കൊലൂസീവ് ഒളിഗോപോളി ഇൻവോൾവ്സ് ഫേംസ് colluding either explicitly or implicitly, agreeing on pricing and market share to avoid uncertainty. അതായത് കൊലൂസീവ് എന്ന് പറയുന്നതിന് തന്നെ അവർ ഒരു കൂട്ടായിട്ട് ഒരു കോപ്പറേറ്റ് ചെയ്തിട്ടെന്ന് പറയാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവരുടെ പ്രൈസ് ഡിസിഷൻ അല്ലെങ്കിൽ വില നിർണ്ണയത്തിലൊക്കെ തന്നെ, അല്ലെങ്കിൽ വിപണിയുടെ ഷെയറിലും ഒക്കെ തന്നെ യോജിച്ച് നിൽക്കുക, അല്ലെങ്കിൽ വ്യക്തമായിട്ടോ പരോക്ഷമായിട്ടോ, അതായത് ഡയറക്റ്റോ ഇൻഡയറക്റ്റ്ലി കമ്പനികൾ ഒത്തുകളിക്കുന്നത് പോലെയാണ്, അതായത് എല്ലാവരും ഒത്തു നിൽക്കുന്നത് പോലെയാണ് ഇതിൽ കൊലൂസീവ് ഒളിഗോപോളിയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടൽസ് ആൻഡ് പ്രൈസ് ലീഡർഷിപ്പ് ആർ കോമൺ ഫോംസ് ഓഫ് കൊലൂസീവ് എഗ്രിമെൻറ്റ്സ്. അതായത് വില നേതൃത്വം അല്ലെങ്കിൽ കാർട്ടൽസ് ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഒത്തുകളി കരാറുകളുടെയൊക്കെ തന്നെ സാധാരണ രൂപമാണ് എന്ന് പറയുന്നത് ഈ ഒരു വില നേതൃത്വം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ കോമൺ ഫോംസ് ഓഫ് കൊലൂസീവ് എഗ്രിമെൻറ്റ്സിൽ വരുന്നത് പ്രൈസ് ലീഡർഷിപ്പും കാർട്ടൽസും ഒക്കെ തന്നെയാണ്. സോ ഇതാണ് കൊലൂസീവ് ഒളിഗോപോളി, ഒരു ഒത്തുകളി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അടുത്തത് നോൺ കൊലൂസീവ് ഒളിഗോപോളിയാണ്. In non-collusive oligopoly, firms do not engage in explicit or implicit agreements. Each firm takes independent actions. അതായത് കൊലൂസീവ് ഒളിഗോപോളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ കൊലൂസീവ് എന്ന് പറയുന്നത്. അതായത് ഇവർ കരാറുകളിലൊന്നും ഏർപ്പെടുന്നില്ല, അതാണ് നോൺ കൊലൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. ഓരോ സ്ഥാപനവും സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾക്കിടയിൽ ഒരുമിച്ച് അതായത് കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അവർ ഇൻഡസ്ട്രിയിൽ സ്വയമായിട്ടുള്ള തീരുമാനങ്ങൾ, ആൻഡ് ദേ മേക്ക് ഡിസിഷൻസ് ഓട്ടോണോമസ്ലി ഇൻ ദ ഇൻഡസ്ട്രി. അതായത് അവർ നോൺ കോർഡിനേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് അവരെടുക്കുന്നത്. അതുപോലെ അവരുടെ ഡിസിഷൻസ് ഒക്കെ തന്നെ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും. അതാണ് നോൺ കൊലൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് കൊലൂഷൻ എന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഒത്തുകളി എന്നൊക്കെ നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും. In the world of oligopoly, where just a few big companies call the shots, collusion is like a secret pact among them. It's an agreement, spoken or unspoken, where these giants
decide not to fight fiercely against each other. Instead, they work together, deciding on the prices that they will charge and how much of the market each will control. അതായത് ഈ ഒരു ഒളിഗോപോളിയുടെ ലോകത്ത് വൻകിട കമ്പനികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൂട്ടുകെട്ടിനെയാണ് അവരിതിൽ പറയുന്നത്. ഒരു രഹസ്യ ഉടമ്പടി പോലെയാണിത്. അതായത് അവർ സ്പോക്കൺ ഓർ അൺസ്പോക്കൺ, അതായത് അവർ ഉടമ്പടി സംസാരിച്ചതോ അല്ലെങ്കിൽ പറയാത്തതൊക്കെ തന്നെയാണ്. അതായത് അവരിവിടെ തീരുമാനിക്കുകയാണ് വലിയ കമ്പനികൾ, അതായത് ഈ വൻകിട കമ്പനികൾ പരസ്പരം വളരെയധികം കോമ്പറ്റീഷൻ ഒന്നും വെക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അവർ ഈടാക്കുന്ന ഓരോ പ്രൈസും ഓരോരുത്തർക്കും എത്രമാത്രം മാർക്കറ്റ് നിയന്ത്രണം ഉണ്ടാവുന്നു എന്നൊക്കെ തന്നെ അവർ ഈ കൊലൂഷനിലൂടെയാണ് തീരുമാനിക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കടുത്ത മത്സരം ഒഴിവാക്കിയിട്ട് ലാഭം വർദ്ധിപ്പിക്കുക എന്നാണ്. അതായത് കൊലൂഷനിലൂടെ പണം സമ്പാദിക്കുക മാത്രമല്ല അവർ ലക്ഷ്യമിടുന്നത്. കൊലൂഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കിംഗ് മോർ മണി, ഇറ്റ്സ് എ റെസ്പോൺസ് ടു ദ അൺസർട്ടനിറ്റി ദാറ്റ് കംസ് വിത്ത് ഒളിഗോപോളി മാർക്കറ്റ്സ്. അതായത് ഒളിഗോപോളിയിൽ മാർക്കറ്റിൽ വരുന്ന അൺസർട്ടനിറ്റിക്ക് ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് അവർ ഈ കൊലൂഷൻ കാണുന്നത്. ഇൻ ദീസ് മാർക്കറ്റ്സ് വൺ കമ്പനീസ് ഡിസിഷൻ ക്യാൻ ഷേക്ക് അപ്പ് ദ വോൾ ഇൻഡസ്ട്രി. അതായത് നമ്മൾ പറയുമ്പോൾ ഒരു കമ്പനിയുടെ തീരുമാനം മൊത്തം ഒരു ഇൻഡസ്ട്രിയെയും അത് മാറ്റിമറിക്കും എന്നാണ് പറയുന്നത്. By teaming up, these big players try to create a more predictable environment, making it less likely that one firm's choice will hurt the others. It's a tricky strategy that, while benefiting big players, also brings stability to the market. അതായത് ഈ വലിയ കമ്പനിക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ട് പോകുമ്പോൾ അവരെന്താണ്, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് അവിടെ സൃഷ്ടിക്കുന്നത്. അതായത് ഒരു മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, ആ രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ സൃഷ്ടിക്കുന്നു. ഒരു ഫേമിൻ്റെ ചോയ്സ് മറ്റൊരു ഫേമിൻ്റെ ചോയ്സിനെ ഒന്നും ട്രിഗർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രിക്കി സ്ട്രാറ്റജിയാണ്. വൻകിട കമ്പനിക്കാർക്കൊക്കെ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലാണ് ഈ ഒരു കൊലൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിയാണ് ഇതിലൂടെ അവർ കൊണ്ടുവരുന്നത്. സോ ഇതൊരു ട്രിക്കി സ്ട്രാറ്റജിയാണ് ബിഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ബിഗ് കമ്പനീസ് തമ്മിലുള്ള ഒരു കൊലൂഷൻ. അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡലിനെ കുറിച്ചിട്ടാണ്. മസ്റ്റായിട്ടും ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്ന് പറയുന്നത്. ഇൻ ദി ഇൻട്രിക്കേറ്റ് ലാൻഡ്സ്കേപ്പ് ഓഫ് ഒളിഗോപോളി where a handful of players hold sway, economist Paul M. Sweezy introduced a captivating concept, the Kinked demand curve model. This model strives to untangle the mystery of price rigidity observed in oligopolistic markets. According to Sweezy, firms in oligopoly hesitate to adjust prices even when faced with the changes in cost or market demand. The reason, a complex interplay of competition dynamics among these few major players. അതായത് ഒളിഗോപോളി എന്ന് പറയുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ ഒരു പിടി ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു പിടി ഫേംസ് ആണ് അവിടെ ആധിപത്യം പുലർത്തുന്നത്. സോ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന പോൾ എം സ്വീസി എന്ന് പറയുന്ന ആളാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റുകളിൽ ഉണ്ടായി വരുന്ന പ്രൈസ് റിജിഡിറ്റി, അതിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ശ്രമിക്കുന്നത്. സ്വീസിയുടെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒളിഗോപോളിയിലെ സ്ഥാപനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടാവുന്ന കോസ്റ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങളെ പോലും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൈസിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറില്ല. അതായത് അവരുടെ എന്താണോ പ്രൈസ് ഇട്ടിരിക്കുന്നത് ആ പ്രൈസോട് കൂടി തന്നെ പോവാണ്. അവിടെ ഒരു ഡിമാൻഡ് കൂട്ടാനോ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റിൽ ഒരു വേരിയേഷൻ വരുത്താനോ ഒന്നും തന്നെ അവർ ആ വില ക്രമീകരിക്കാൻ വേണ്ടി അവർ മടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ഫേംസിൻ്റെ ഇടയിൽ അവരുടെ കോമ്പറ്റീഷനും, അതായത് ദാറ്റ് ഇൻ്റർപ്ലേ ഓഫ് കോമ്പറ്റീഷൻ ഡൈനാമിക്സ് എമംഗ് ദീസ് ഫ്യൂ മേജർ പ്ലെയേഴ്സ്. Imagine a scenario where if a firm lowers its price due to falling cost or weakening market demand, its competitors swiftly follow suit. അതായത് ചിലവ് കുറയുന്നതിലോ അല്ലെങ്കിൽ വിപണി ഡിമാൻഡ് ദുർബലമായതിനാലോ ഒരു സ്ഥാപനം അതിൻ്റെ വില കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പമുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, അത് പിന്തുടരും. അതായത് ഇപ്പോൾ അവർ ചിലവ് കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഡിമാൻഡ് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുകയാണ്, വില കുറയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, ഇതേ സാധനം തന്നെ
പിന്തുടരും. അപ്പോൾ പിന്നെ അവിടെ എന്താ ഉണ്ടാവുന്നത്? ദിസ് നള്ളിഫൈസ് എനി എഫേർട്ട് ടു ഗെയിൻ എ ലാർജർ മാർക്കറ്റ് ഷെയർ ത്രൂ ദ പ്രൈസ് റിഡക്ഷൻ. അതായത് ഇത് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രൈസ് റിഡക്ഷനിലൂടെ, പ്രൈസ് കുറയ്ക്കുന്നതിലൂടെ ഒരു നല്ലൊരു മാർക്കറ്റിൻ്റെ ഷെയർ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഫേമിന് അവർ ചെയ്തത് ഒട്ടും എഫേർട്ട് ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരെന്താ ചെയ്തത് മുഴുവൻ ഒന്നും ഇല്ലാതാക്കുന്ന രീതിയിൽ, അസാധുവാക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റുന്നു. കൺവേഴ്സ്ലി ഇഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് ഡിമാൻഡ് റൈസ്, അതായത് ഇവിടെ കോസ്റ്റോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡോ ഉയരുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേം റിഫ്രൈൻസ് ഫ്രം റൈസിങ് പ്രൈസസ്, അതായത് അവിടെ എതിരാളികൾ, അതായത് കോമ്പറ്റീറ്റേഴ്സ് അവരുടെ വില വർദ്ധിപ്പിക്കുന്നില്ല എന്നതിനാൽ വിൽപ്പനയും അവരുടെ മാർക്കറ്റ് ഷെയറും ഒക്കെ നഷ്ടപ്പെടുമെന്ന് ഭയന്ന്, അതായത് ഫിയറിങ് എ ലോസ് ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റ് ഷെയർ ആസ് കോമ്പറ്റീറ്റേഴ്സ് ലൈക്ലി വോണ്ട് ഇൻക്രീസ് ദെയർ പ്രൈസസ്. അപ്പോൾ അവർ അത് ഭയന്നിട്ട് കമ്പനിയുടെ വില ഉയർത്തുന്നതിൽ നിന്ന് ചിലപ്പോൾ വിട്ടുനിൽക്കാം. സോ ഇതിൽ നോക്കേണ്ടത് ഫോമിങ് എ കിങ്ക് അറ്റ് ദ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ റിവൈൽസ് മൈറ്റ് റിയാക്ട് ടു എ ചേഞ്ച് ഇൻ പ്രൈസ് എബോവ് ദിസ് പ്രൈസ്. ദ ഡിമാൻഡ് ഈസ് ഹൈലി ഇലാസ്റ്റിക്, മീനിങ് കോമ്പറ്റീറ്റേഴ്സ് വോണ്ട് മാച്ച് എ പ്രൈസ് ഇൻക്രീസ് ലീഡിങ് ടു റാപ്പിഡ് ഡിക്ലൈൻ ഇൻ സെയിൽസ്. അതായത് ഇപ്പോൾ ഓരോ സ്ഥാപനവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഡിമാൻഡ് കർവാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന ഫിഗറിൽ കാണിക്കുന്നത്. അപ്പോൾ നിലവിലുണ്ടാവുന്ന ആ ഒരു മാർക്കറ്റിൻ്റെ പ്രൈസിൽ ഒരു കിങ്ക് എന്ന രീതിയിൽ രൂപപ്പെടുത്തി വരുന്നു. അപ്പോൾ വിലയിലെ മാറ്റത്തോട് കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ പ്രതികരിക്കുമെന്നതിൻ്റെ ഒരു ഇമാജിനറി റെപ്രസെൻറ്റേഷനാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വിലയ്ക്ക് മുകളിൽ ഡിമാൻഡ് എന്താണ്? വളരെ ഇലാസ്റ്റിക് ആണ്. അതായത് ഈ വില വർധനയുമായിട്ട് കോമ്പറ്റീറ്റേഴ്സ് പൊരുത്തപ്പെടില്ല. സോ ഇത് വിൽപ്പനയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിലേക്ക്, അതായത് താഴേക്ക് നയിക്കുന്നു. ഇപ്പോൾ വലതുവശത്ത് ഡിമാൻഡ് കുറഞ്ഞ ഇലാസ്റ്റിക് ആയിട്ട് അത് മാറുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വില കുറയ്ക്കൽ മറ്റുള്ളവരെ അത് പിന്തുടരാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. സോ ഇത് ഓരോന്നിൻ്റെയും വിൽപ്പനയിൽ നേരിയ വർധനവ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതെന്താണ് കാണുന്നതെന്ന്. അതായത് ഒരു കിങ്ക് രൂപപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യുന്നവരുടെയും അൺഫോളോ ചെയ്യുന്നവരുടെയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. The accompanying marginal revenue MR curve reflects this kink, highlighting two distinct segments. അതായത് ഇവിടെ മാർജിനൽ റവന്യൂ കർവ് ഈ ഒരു കിങ്കിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. എ പ്രോഫിറ്റ് മാക്സിമൈസിംഗ് ഫേം ആസ് പെർ ദിസ് മോഡൽ ഓപ്പറേറ്റ്സ് വേർ മാർജിനൽ കോസ്റ്റ് ഇന്റർസെക്ട്സ് ദ MR കർവ്സ് ഡിസ്കണ്ടിന്യൂസ് പോർഷൻ. അതായത് ഈ ഒരു മാതൃക അനുസരിച്ചിട്ട് ലാഭം വർദ്ധിപ്പിക്കുന്ന, അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഫേം MR കർവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തെ മാർജിനൽ കോസ്റ്റ്, അതായത് MC കട്ട് ചെയ്യുന്ന അവിടെ, അതായത് ഛേദിക്കുന്ന അവിടെ പ്രവർത്തിക്കുന്നു. അതായത് സ്വീസിയുടെ കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്ന്, അതായത് ഒളിഗോപോളിയിലെ വിലയിലും ഔട്ട്പുട്ടിലും നിരീക്ഷിക്കപ്പെടുന്ന ഒരു ഷോർട്ട് ടേമിലുള്ള ഒരു സിഗ്നസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സോ ശ്രദ്ധിക്കുക, into short-term sickness observed in prices and output in oligopoly. It underscores the crucial need for firms in such a setting consider the potential reaction of their competitors when contemplating changes in pricing or production. അതായത് വില നിർണ്ണയത്തിലോ ഉൽപ്പാദനത്തിലോ, അതായത് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിലോ പ്രൊഡക്ഷനിലോ ഉള്ള മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രമീകരണത്തിൽ ഫേംസ് അവരുടെ കോമ്പറ്റീറ്റേഴ്സിന്, അതായത് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള റിയാക്ഷൻസ് പരിഗണിക്കേണ്ടതിൻ്റെ നിർണായകമായിട്ടുള്ള ആവശ്യകതയെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു ഫേം അവരുടെ ഡിമാൻഡോ അല്ലെങ്കിൽ കോസ്റ്റൊക്കെ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? പ്രൈസിൽ റിഡക്ഷൻ വരുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പ്രൈസിൽ റിഡക്ഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് കൂടും എന്നതനുസരിച്ച് കൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റിലെ മറ്റ് ഫേംസൊക്കെ ഇത് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ ഒളിഗോപോളിയിലെ വിലയിലും ഔട്ട്പുട്ടിലും നിരീക്ഷിക്കപ്പെടുന്ന ഒരു ഷോർട്ട് ടേമിലേക്കുള്ള സിഗ്നസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വില നിർണ്ണയത്തിലോ ഉൽപ്പാദനത്തിലോ ഉള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു ക്രമീകരണത്തിൽ ഫേംസ്
അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവർ എന്തൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യും, അതായത് അവരിത് ഫോളോ ചെയ്യുമോ അൺഫോളോ ചെയ്യുമോ അല്ലെങ്കിൽ ഇതിനെ ഏത് രീതിയിൽ അവർ റിയാക്ട് ചെയ്യും എന്നുള്ളത് പരിഗണിക്കേണ്ടതിൻ്റെ നിർണായകമായിട്ടുള്ള ആവശ്യകതയെക്കുറിച്ചിട്ടാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവിൽ പറയുന്നത്. അടുത്തത് ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആണ്. ഫസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നോട്ട് എ പ്രൈസിങ് തിയറി ഫോർ ഒളിഗോപോളി. രണ്ടാമത്തേത് പറയുന്നത് ക്വസ്റ്റനബിൾ ബിഹേവിയറൽ അസംപ്ഷൻ. മൂന്നാമത്തേത് പറയുന്നത് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പ്രൈസ് റിജിഡിറ്റി. അപ്പോൾ ഈ 3 വിമർശനങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതായത് ഒളിഗോപോളിക്ക് വിലനിർണ്ണയ സിദ്ധാന്തമില്ല എന്ന് പറയുമ്പോൾ കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ അതിൽ ഒളിഗോപോളിയിലെ വിലകൾ എങ്ങനെ നിർണ്ണയിക്കപ്പെടുമെന്ന് വിശദീകരിക്കുന്ന ഒരു തിയറി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരുതരം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഒരു കാര്യമായിട്ടുള്ള വിടവ് നൽകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റനബിൾ ബിഹേവിയറൽ അസംപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒളിഗോപോളിസ്റ്റിക് സ്ഥാപനങ്ങൾ അവയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ട്, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്നു, എന്നാൽ വിലക്കുറവ് അവർ ഉടനടി പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫേം അവരുടെ വില കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് ഫോളോ ചെയ്യും, പക്ഷെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ മടിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. സോ എന്നിരുന്നാലും സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നിട്ടുള്ള ജോൺ സ്ട്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ഈ ഒരു രീതിയെ വെല്ലുവിളിച്ചു എന്നാണ് പറയുന്നത്. സോ അദ്ദേഹം ഇതിനൊരു നെഗറ്റീവായിട്ട് ഇത് ചലഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ കിങ്ക്ഡ് ഡിമാൻഡ് കർവിൻ്റെ സാധുതയിൽ സംശയം ഉളവാക്കിക്കൊണ്ടാണ്, അതായത് വില വർധനയുമായിട്ട് പൊരുത്തപ്പെടാൻ ഒളിഗോപോളിസ്റ്റുകൾ കൂടുതൽ വിമുഖത കാണിക്കുന്നു എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നൽകുന്നതിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മൾ പറഞ്ഞ പോലെ സ്വീസിയുടെ പഠനങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതുപോലെ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ പ്രൈസ് റിജിഡിറ്റി എന്താണെന്ന് അറിയാം. സോ ദ മോഡൽസ് പോർട്രയൽ ഓഫ് പ്രൈസ് റിജിഡിറ്റി ആസ് റിഫ്ലക്റ്റഡ് ഇൻ പബ്ലിഷ്ഡ് ലിസ്റ്റ് trend to exaggerate the inflexibility of prices. While these lists may suggest unvarying prices, the actual amount charged to consumers may experience substantial fluctuations. സോ ഇത്രയൊക്കെയാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പ്രൈസ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒളിഗോപോളിസ്റ്റിക്കിൻ്റെ മാർക്കറ്റിൽ ഒരു നിരീക്ഷിക്കപ്പെടുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. അതായത് പ്രൈസ് ലീഡർഷിപ്പ് ഈസ് എ സബ്റ്റിൽ ഫോം ഓഫ് കൊലൂഷൻ ഒബ്സർവ്ഡ് ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് വെർ ഫേംസ് വിതൗട്ട് എക്സ്പ്ലിസിറ്റ് എഗ്രിമെൻറ്റ്സ് ആൻഡ് അഡോപ്റ്റ് എ സ്ട്രാറ്റജി വെർ വൺ ഫോം ഈസ് അക്നോളജ്ഡ് ആസ് ദ ലീഡർ ആൻഡ് അതർ ആക്ട് ആസ് എ ഫോളോവേഴ്സ്. അതായത് ഇവിടെ സ്ഥാപനങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു കരാറുകളില്ലാതെ ഒരു സ്ഥാപനത്തെ അവരുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അല്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടുകയും മറ്റുള്ളവർ അവരുടെ ഫോളോവേഴ്സ്, അതായത് അനുയായികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഒരു തന്ത്രം, ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുന്നത്. ഈ ലീഡർ ഫോളോവർ ഡൈനാമിക് ഇൻഡസ്ട്രിയുടെ വില നിശ്ചയിക്കുന്ന നേതാവിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലീഡർ എന്ന് പറയുന്ന ആളാണ് അവിടെ പ്രൈസൊക്കെ തന്നെ നിശ്ചയിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് മറ്റ് സ്ഥാപനങ്ങൾ, അതായത് ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്ന മറ്റ് ഫേംസ് അവരുടെ പ്രൈസും ക്രമീകരിക്കുന്നത്. സോ ഇതാണ് ടോട്ടൽ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലോ കോസ്റ്റ് പ്രൈസ് ലീഡർഷിപ്പ് ആണ്. ഇൻ ദി സിനാരിയോ ദ ലീഡിംഗ് ഫേം ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ദിസ് ലീഡർ സ്ട്രാറ്റജിക്കലി സെറ്റ്സ് എ പ്രൈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലോ കോസ്റ്റ് അഡ്വാൻറ്റേജസ്, കമ്പലിംഗ് അതർ ഫേം ടു അലൈൻ ദർ പ്രൈസസ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ്. അതായത് ഈ ഒരു സ്ഥാപനം അതിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഒക്കെ തന്നെയാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലീഡർ എന്ന് പറയുന്ന ആൾ തന്ത്രപരമായിട്ട് അതിൻ്റെ വില കുറഞ്ഞ നേട്ടത്തെ അടിസ്ഥാനമാക്കിയിട്ട് വില നിശ്ചയിക്കുന്നു. അതായത് ദ ലീഡർ സ്ട്രാറ്റജിക്കലി സെറ്റ്സ് പ്രൈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലോ കോസ്റ്റ് അഡ്വാൻറ്റേജ്. ലോ കോസ്റ്റ് അഡ്വാൻറ്റേജ് വെച്ചിട്ടായിരിക്കും അവർ വില നിശ്ചയിക്കുക. എന്നിട്ട് മറ്റ് ഫേംസിനോട് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനായിട്ട്, അതായത് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ അത് തുടരാൻ വേണ്ടി നിൽക്കുന്നു. അടുത്തെന്ന് പറയുന്നത് ഡോമിനൻ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് എമേർജസ് വെൻ വൺ ഫേം ഇൻ നോട്ടബിളി ലാർജർ ഓർ മോർ ഇൻഫ്ലുവൻഷ്യൽ ദാൻ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് വൈൽഡി substantial market power. The dominant firm takes a lead in price changes and other lacking comparable influence conform to adjustments made by the dominant player. ഒരു ഫേം അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ വലുതോ കൂടുതൽ സ്വാധീനമുള്ളതോ ആവുമ്പോൾ,
അതായത് ഒരു വലിയ വിപണിയുടെ ശക്തി കൈവശപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള വില നിയന്ത്രിതം ഉയർന്നു വരുന്നു. അതായത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ അവർ വളരുകയും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് മാറുമ്പോൾ ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ പവറിലേക്ക് വരുന്നു. സോ ഈ ഒരു സ്ഥാപനം വില മാറ്റങ്ങളിൽ നേതൃത്വം വഹിക്കുന്നു, അതായത് പ്രൈസ് ഡിസിഷനിലൊക്കെ തന്നെ നേതൃത്വം വഹിക്കുന്നു. മറ്റുള്ളവ ഇതിനെയൊക്കെ തന്നെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതിനാൽ ലാക്കിംഗ് കമ്പാരബിൾ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് പ്രൈസ് ചേഞ്ചസ് വരുത്തിയിട്ടാണ് അവരും പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വിശാലമായിട്ടുള്ള സാമ്പത്തിക അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ വ്യവസായ സാഹചര്യങ്ങളിലോ ഉള്ള മാറ്റങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പിൽ പെടുന്നു. അതായത് തിരഞ്ഞെടുത്ത ഒരു ലീഡർ മറ്റ് ഘടകങ്ങളൊക്കെ തന്നെ അളക്കുകയും വില ക്രമീകരണത്തിന് ഉചിതമായിട്ടുള്ള സമയം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മറ്റ് സ്ഥാപനങ്ങളെ ഇത് പിന്തുടരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തിട്ട് എല്ലാം റെസ്പോണ്ട് ചെയ്തിട്ട് ഒരു ബ്രോഡർ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി കണ്ടീഷൻസ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചേഞ്ചസ് ഏത് സമയത്താണ് വരുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരൊരു വില ഇടുന്നു. അപ്പോൾ ആ വിലയ്ക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മറ്റ് സ്ഥാപനങ്ങളും ഇത് പിന്തുടർന്നു പോകുന്നു, പ്രോംപ്റ്റിംഗ് അതർ ഫേംസ് ടു ഫോളോ ഇറ്റ്. അപ്പോൾ ഇതാണ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ വായിച്ചു നോക്കുക. അതായത് ഇപ്പോൾ ഈ സ്ലൈഡ്സിൽ കൊടുത്തതല്ലാതെ തന്നെ മറ്റു നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ടെക്സ്റ്റുകളൊക്കെ. അപ്പോൾ ആ ടെക്സ്റ്റുകളൊക്കെ വായിച്ചു നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കൺസെപ്റ്റ് മനസ്സിലാവും. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.